നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കർക്കിടക മാസത്തിൽ രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ജൂലൈ 17 മുതൽ ഇത്തവണത്തെ നാലമ്പല ദർശനത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എളയാവൂർ ഭരതഭഗവതി ക്ഷേത്രം, പെരുഞ്ചേരി ശ്രീവിഷ്ണു ക്ഷേത്രം, നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം, പായം ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് നാലമ്പല ദർശനം. ഇത്തവണ KSRTC ബസ്സുകൾ പ്രത്യേകം സർവീസ് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഈ വർഷത്തെ നാലമ്പല ദർശനവുമായി ബന്ധപ്പെട്ടിട്ട് ഭക്തജനങ്ങൾ വരുമ്പോൾ ഈ 4 ക്ഷേത്രങ്ങളിൽ ഒരുക്കിയ സൗകര്യത്തെപ്പറ്റിയും നാലമ്പല ദർശനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റിയും പറയാനുള്ളതാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തുള്ളത്. വടക്കേ മലബാറിലെ പ്രധാന നാലമ്പല ക്ഷേത്രങ്ങളാണ് കണ്ണൂർ ജില്ലയിലുള്ള നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രവും, എളയാവൂർ ശ്രീ ഭരതക്ഷേത്രം, പെരിഞ്ചേരി ശ്രീ ലക്ഷ്മണ ക്ഷേത്രം, പായം ശത്രുഘ്ന ക്ഷേത്രം. കഴിഞ്ഞ 4-5 വർഷമായി തീർത്ഥാടകർ കർക്കിടക മാസം ഒറ്റ ദിവസം കൊണ്ട് ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നേടി അവരുടെ വിശ്വാസം പൂർത്തീകരിക്കുന്നൊരവസ്ഥയാണുള്ളത്. ഭക്തജനങ്ങൾക്ക് എല്ലാ ക്ഷേത്ര കമ്മിറ്റികളും എല്ലാവിധ ദർശനത്തിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. KSRTC കൊട്ടിയൂരിൽ നടത്തിയ പോലത്തെ തീർത്ഥാടന ടൂറിസം ഈ വർഷം നാലമ്പല ദർശനത്തിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അവരതിനുള്ള എല്ലാ പരസ്യവും നൽകിയിട്ടുണ്ട്. കൂടാതെ നിരവധി ട്രാവൽ ടൂർ ഏജൻസിമാരും പ്രാവശ്യം നാലമ്പല ദർശനം, വടക്കേ മലബാറിലെ നാലമ്പല ദർശനം നല്ല രീതിയിൽ നടത്താനുള്ള ശ്രമം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. തീർത്ഥാടകർക്ക് KSRTC തീർത്ഥാടന സർവീസ് മാനന്തവാടി, കണ്ണൂർ ഡിപ്പോകളിൽ നിന്നും നടത്തും. പ്രത്യേക വിശേഷാൽ പൂജകൾ, തീർത്ഥാടകർക്ക് പ്രഭാത ഉച്ചഭക്ഷണം എന്നിവയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നീർവേലി, എളയാവൂർ, പെരിഞ്ചേരി, പായം എന്നിങ്ങനെയാണ് നാലമ്പല ദർശനക്രമം. പ്രഭാതത്തിൽ പുലർച്ചെ 5 മണിക്ക് തന്നെ നട തുറക്കും. നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങി എളയാവൂർ ഭരതക്ഷേത്രം, നീർവേലി ലക്ഷ്മണ ക്ഷേത്രം, പായം ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിൽ എത്തിച്ചേരുന്നതിനുള്ള സൗകര്യങ്ങളും വിവരങ്ങളും നൽകാനുള്ള സജ്ജീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉച്ചയ്ക്ക് 11 മണി മുതൽ പായം ശത്രുഘ്ന ക്ഷേത്രത്തിൽ ഉച്ചഭക്ഷണ വിതരണം തുടങ്ങും. കഴിഞ്ഞ തവണ കർണാടകയിൽ നിന്നും തീർത്ഥാടകരെത്തിയിരുന്നുവെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ VV ഭാസ്കരൻ, അഡ്വക്കേറ്റ് P പ്രദീപൻ, M ഭാസ്കരൻ, P രമേശൻ, ആലക്കാടൻ വിജയൻ എന്നിവർ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ.